أسراهم ملين يسوسي موديلتو كبركله كاديسو إيرامن مكمرمكو إيهيدو يبرامسي دابوش مايونو هودي سابقيوني رابو يوسو ദൈവത്തിൻ്റെ മുമ്പാകെ നീതിയോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതിനെ പറയാതിരിപ്പാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. സംഭവിച്ച സംഗതിയെക്കുറിച്ച് ജനങ്ങളോടെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ഇവർ ശിക്ഷിപ്പാൻ വഴി കാണാതെ അവരെ ശാസിച്ചു വിട്ടയച്ചു.
ഈ അല്പസുഖം പ്രാപിപ്പാൻ 40 വയസ്സിലധികം പ്രായമുള്ളവനായിരുന്നു. അവൻ വിട്ടയക്കപ്പെട്ട ശേഷം ഞങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ആചാര്യന്മാരും കശീശന്മാരും പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഒരുമിച്ച് ദൈവത്തിങ്കിലേക്ക് ശബ്ദമുയർത്തി ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രങ്ങളെ അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണല്ലോ നീ. അന്യജാതികൾ കലഹിച്ചതും സ്വജാതികൾ വ്യർത്ഥമായുള്ളതിനെ ചിന്തിച്ചതും എന്തിനെ? ഭൂമിയിലെ രാജാക്കന്മാരും അധികാരികളും എഴുന്നേറ്റ് കർത്താവിനും അവൻ്റെ അഭിഷക്തനും വിരോധമായി കൂടിയാലോചന ചെയ്തു. എന്നും നിന്റെ ശാസനായ ദാവീദിന്റെ വായ് കൊണ്ട് പരിശുദ്ധാത്മാവ് മൂന്നാൻ പറയിച്ചവനും നീയാണല്ലോ. സംഭവിക്കണമെന്ന് നിന്റെ കയ്യാലും ഇഷ്ടത്താലും മുമ്പോട്ട് നിശ്ചയിക്കപ്പെട്ടുള്ള സകലവും നിവൃത്തിയാകുവാനായി നിന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ട നിന്റെ പരിശുദ്ധപുത്രൻ യേശുവിന് വിരോധമായി ഹേരോദാസും പീലാത്തോസും പുറജാതികളും ഇസ്രായേൽ സംഘവും ഈ പട്ടണത്തിൽ സത്യമായി ഒരുമിച്ച് കൂടി ഹബീബായി ബാറക്കുമോ. അവരെ നന്മയ്ക്കായിട്ട് സഹായിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവൻ അവരെ മുമ്പോട്ടി അറിഞ്ഞിട്ട് അവൻ്റെ പുത്രൻ അനേക സഹോദരന്മാർക്ക് കഴിഞ്ഞുകൊണ്ടായിരിക്കാൻ ആ പുത്രൻ്റെ സ്വരൂപത്തിൽ അവരെ രൂപീകരിച്ചവരെ തന്നെ വിളിക്കുകയും വിളിച്ചവരെ തന്നെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ തന്നെ മഹിമപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ ഇവയെക്കുറിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലിയെങ്കിൽ നമ്മോട് ആരെതിർക്കും? അവൻ സ്വന്തം പുത്രനിൽ ദയവ് കാണിക്കാതെ നമുക്കെല്ലാവർക്കുമായി അവനെ സമർപ്പിച്ചുവെങ്കിൽ സകലതും അവനോടൊരുമിച്ച് എങ്ങനെ നൽകാതിരിക്കും? ആമീനായി ബാറക്കുമോ. Jesus neshmales bersod mere hayo so dalo bevangelion kadishod moran yeshum shiho masakre wala നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന സുവിശേഷകനായ മർക്കോസ് എഴുതിയ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ നിന്ന് നിയമത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ
മനുഷ്യാവതാരത്തിൻ്റെ ആ നാടുകളിൽ ഇപ്രകാരം അരുളി ചെയ്യപ്പെട്ടു. യശോദമ്പരാൻ ജനക്കൂട്ടത്തെ തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ തിരുവായി മുഴിഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ കുരിശെടുത്ത് തൻ്റെ പിന്നാലെ വരണം. എന്തെന്നാൽ ആരാണോ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത് അവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ രക്ഷിക്കുന്നു. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നു എങ്കിൽ അവൻ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായി എന്താണ് കൊടുക്കുക? പാപവും വ്യഭിചാരവുമുള്ള ഈ തലമുറയിൽ ഒരുവൻ എന്നെക്കുറിച്ചും എൻ്റെ വചനങ്ങളെക്കുറിച്ചും നാണിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധമാലാകുമാരോടുകൂടെ പിതാവിൻ്റെ മുഖത്തിൽ ഒരു ഇതിൽ വരുമ്പോൾ അവനെ കുറിച്ച് നാണിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. വിചാരണയ്ക്കായി നിങ്ങൾ അവരാൽ ഏൽപ്പിക്കപ്പെടും. അവരുടെ സംഘാലയങ്ങളിൽ വെച്ച് നിങ്ങൾ അടിക്കപ്പെടും. ഞാൻ നിമിത്തം രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുൻപാകെ അവർക്ക് സാക്ഷ്യത്തിനായിട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യും. എന്നാൽ ആദ്യമേ സകല ജാതികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് മുൻകൂട്ടി ആലോചിക്കുകയും വിചാരപ്പെടുകയും ചെയ്യരുത്. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് സംസാരിപ്പീൻ. നിങ്ങളല്ല പറയുന്നത്, പരിശുദ്ധാത്മാവാകുന്നു. സഹോദരൻ തൻ്റെ സഹോദരനെയും പുത്രൻ പിതാവ് തൻ്റെ പുത്രനെയും കൊലക്കേൽപ്പിക്കും. മക്കൾ തങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായി നിന്നവരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദൂഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യുമെന്നും നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോ ശിലോ മൽക്കുൽ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയുമ്പോൾ മാഞ്ഞു പോകാത്ത നല്ല ഉന്നതവും സദായിപ്പോൾ അങ്ങേക്ക് കരറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പൂർവീക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ തനിക്ക് ദൈവിഷ്ടം തോന്നുകയും
ആർക്കും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്തവനുമായ സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമായിരിക്കുന്നു. കുൽഹുന്യമോ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും അടിപ്പാകുന്നവനും ഞങ്ങളുടെ ജന്മങ്ങളെ ഓർക്കാതെ മായിച്ചില്ലായ്മ ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ നിന്റെ സ്നേഹത്തിൻ കരുണയാൽ എൻ്റെ ഏറിയവയും എണ്ണപ്പെടുവാൻ പാടില്ലാത്തവയുമായ അടിയൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസമുള്ള നിന്റെ ജനത്തിൻ്റെ പാപങ്ങളെ നീ മായ്ച്ചു കളഞ്ഞ് ഉത്തമനായുള്ള ദൈവതോന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എൻ്റെ നാഥ, നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രതികളായ സകല പരേതരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ അവരുടെ ആത്മലേഖകളെ നീ ആശ്വസിപ്പിക്കണമേ. കരുണയും മനോഗുണവുമാകുന്ന ആ പനിമഞ്ഞവരുടെ അസ്ഥികളിന്മേൽ നീ തളിക്കണമേ. കർത്താവേ, മഹത്വത്തിൻ്റെ ഉടയവനെ, ഞങ്ങൾക്കുള്ള ശാദംബരാനെ, ഞങ്ങൾക്കും അവർക്കും നീ പാപനിയാരകനും വിമോചകനും ആയിരിക്കണമേ. നാഥാ, നീ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ സഹായിക്കാനായിട്ട് അവിടുന്ന് വേഗം വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അംഗീകരിക്കണമേ. കർത്താവ്, നിന്റെ കാരുണ്യാതിരേകത്താൽ സഹിക്കുവാൻ പാടില്ലാത്ത കഠിനശിക്ഷകളെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കോപസൂര്യങ്ങളായ വടികളെ കരുണാപൂർവ്വം ഞങ്ങളിൽ നിന്ന് തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനം അനുഭവിക്കുന്നവർക്കുള്ള ആ ഉത്തമമായ അന്തത്തിന് നീ ഞങ്ങളുടെ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമായിരിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് മുൻപാകെ പ്രിയങ്കരവുമായ ആ ക്രിസ്തീയ അന്ത്യം സൗജന്യമായിട്ട് ഞങ്ങൾക്ക് തരണമേ. നല്ലൊരന്ത്യത്തിന് നീ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ സർവാധിപതിയായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഈ നിന്റെ മക്കൾ ഇന്ന് നിന്നെ വിളിച്ച് നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ മഹാപാപികളും കുറ്റക്കാരുമായിരുന്നപ്പോൾ നിന്റെ തിരുരക്തത്താൽ നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി നിന്റെ മക്കളും അവകാശികളും ആക്കി തീർത്തിരിക്കുന്നുവല്ലോ. പാപകരങ്ങളായ അടിയങ്ങളുടെ കൈകളിൽ കൂടെ
നിന്റെ ആടുകളെ പ്രതി ഇന്ന് ഈ കുർബാനയെ നീ അംഗീകരിക്കണമേ. മാലിന്യരഹിതമായ കുർബാനകൾ നിനക്കണയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ശിക്ഷകളും കോപത്തിൻ്റെ വടികളും അപകടങ്ങളും വ്യാധികളും കരുണയോട് നീക്കി തരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സദായിപ്പോഴും സമർപ്പിക്കും. ഓശോ വകുലസ്മേ الكلخون من الخون كابل وصيون تخوبه وشبكون وداتوكه أتريكون المال والم والمين أنهم ذمل عدويني بمركديش أبو كاديشو برو كاديشو النبي شوزون دابو خين داخل ودرابوني ورملبوني آني دي ورقلبون آني دي مخايمني يلدي ديتو ديلو كادستو قطريكون الماء والم والمين ബാർക്കിമോർ ദൈവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പ്രാർത്ഥനയെ ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ളതായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജത്വത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിൽ ഞങ്ങൾ
സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏറുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ പാമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമാധാനവും സ്നേഹവും കരുണയിടപെടലുമായി ഞങ്ങളുടെ ദൈവമേ, നീ കൃപയോട് ലോകത്തെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ സഭയ്ക്ക് ദൈവിക സമാധാനം കൽപ്പിച്ചു തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റും. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്നതായ പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കരുണയുള്ളവനെ സഭയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ തലകളെ ഉണക്കിക്കൊണ്ട് നിൽക്കുന്നു. അനുഗ്രഹപൂർണമായ ആ തൃക്കരം ആവശ്യപ്പിച്ച് നീ ഇവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സദായിപ്പോൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകുലസ്ബൻ ലോൽമീ. ഉടയവനെ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്ക് ഞങ്ങളുടെ ഭവിഷ്യത്വങ്ങൾക്കും വേണ്ടി രക്താർബുദമില്ലാത്ത ബലിയനുഷ്ഠാനത്തെ നിനക്കണയ്ക്കുമ്പോൾ ശക്തിയും കൃപയും ഞങ്ങൾക്ക് കൽപ്പിച്ച് തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റും. ഓശോ വബുകുലസ്ബൻ ലോൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിനും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
തൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഞങ്ങളുടെ വാത്സല്യ ഭജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങൾ, വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ വിശ്വാസംബരാനിരിക്കുന്നിടമായ മേൽപ്പെട്ട് മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. മലാഖമാരും ഋഷിനോസന്മാരും സുൽത്താനന്മാരും മർദ്ദവന്മാരും മൊറാസന്മാരുമായ ആ സ്വർഗീയ ഗണങ്ങൾ ആരെ മഹത്വപ്പെടുത്തുന്നു? ആയവനെ മൂന്ന് ആദേശ് പാട്ടുകൾ പാടി ഇന്ന് നമുക്കും മഹത്വപ്പെടുത്താം. കരുണ്യവാനായ നമ്മുടെ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം മുഖാന്തര ശരീരം ധരിച്ചു. ഹീനനായ തീർന്ന ജഡപ്രകാരം അവിടുന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ആ രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി. വക്ഷോ എൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു. വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഗണിക്കപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. തിരുവത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം ദിവ്യതർക്കരങ്ങളിൽ എടുത്തു. അത് വീഞ്ഞെല്ലാം വെള്ളത്തിൽ നിന്നും കലർത്തി എടുത്തതായിരുന്നു. താൻ അതിനെ വാഴ്ത്തി എൻ്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും
നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പുതിയ നിയമ രക്തമാകുന്നു ഇത്. നിങ്ങൾ ആഹരിച്ച് പാനം ചെയ്യുന്ന നാളുകളെല്ലാം ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തെയും എൻ്റെ പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുവീൻ എന്ന് നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ച് ഇതിനെ അവർക്ക് പരമേൽപ്പിച്ചു. അതാമോദോസ് ദൈവം തമ്പുരാനെ, പാപികളും കുറ്റക്കാരുമായ ദാസരാകുന്ന അടിയങ്ങൾ രക്ഷാകരമായി അങ്ങയുടെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ ഞങ്ങളുടെ പുനരാഗമനത്തെ ഓർക്കുന്നു. ഇതിനുമൊത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബീരേ ആമുകിലാബോ കാതമരോ അപേക്ഷിക്കുകയും ചെയ്യുന്നു. വാർത്തയുള്ളവരെ, ജീവനുള്ള പരിശുദ്ധമാകുന്ന മേലുള്ളവരിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധോർമാനുമേൽ പൊഴിഞ്ഞ് ആശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക എത്ര ഭയങ്കരോ, ഈ സമയം എത്ര ഭ്രമിക്കത്തക്കമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് എന്നോട് നീ ഉത്തരവരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരവരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരവരുളി ചെയ്ത് ഉത്തമനെ ദയവ് തോന്നി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുവാറാകണമേ. കലർത്തപ്പെട്ടിരിക്കുന്ന ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ യേശു മിശിഹായുടെ ഗോകുൽത്തായുടെ ഉന്നതങ്ങളിൽ ചിന്തപ്പെട്ട പുണ്യാക രക്തവുമാക്കി പൂർത്തീകരിക്കുവാറാകണമേ. മറക്കുമാർ ദൈവം തമ്പുരാനെ, ഈ തിരുശരീര രക്തം അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുലസ്ബാൻ ലവൽമേ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗമുള്ള
ജീവനുള്ള ദൈവത്തിൻ്റെ വിശ്വസഭകളെ മേച്ച് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരായി ദൈവത്താൽ നിർത്തിപ്പോർന്ന നമ്മുടെ പാത്രകീസായ മോറാൻ മോറഗ്നാത്യോ സപ്രം ദതിയന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ തിമോത്തിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ നീ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുലസ് ബാൻ ലവൽമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലാകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് സാരന്മാരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യ അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പോറ്റി പുലർത്തിക്കൊള്ളുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറകുമാർ ഹോശോ വബകുലസ് ബാൻ ലവൽമേ. ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെയും ൂറാകളെയും വിശ്വാസത്തിൽ നിലനിർത്തിപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരമായ ജീവിതത്തിന് മുൻപാകെ നയിക്കുവാനും ഞങ്ങളുടെ ഭരണകർത്താക്കളോട് ദയപൂർവ്വം വീക്ഷിക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറകുമാർ ഹോശോ വബകുലസ് ബാൻ ലവൽമേൻ. ഭൂമിയിലെ സകലാംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്കായി യോഗ്യതയുള്ളതും വിശുദ്ധിയുള്ളതും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യനിയും ഭാഗ്യവതിമായ ദേവമാതാവായ വിശുദ്ധ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ വിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരെയും സ്ത്രീയന്മാരെയും യുവങ്കസ്ത്രീമാരെയും സഹോദരന്മാരെയും മൗര്യന്മാരെയും ഭാഗ്യവാനും നിന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനുദാനായും സിംഹാസന്മാരും ദാനിയും സഹോദരന്മാരിൽ മുമ്പിനുമായി പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരാവപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാൽപിതാവ് മോർ തോമാസ്ലീഹായെയും ശേഷമുള്ള സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവമാതാവായ ഭാഗ്യവതിയായ വിശുദ്ധ കന്യാമറിയാമിനെയും യൂഹാനോൻ മബ്ദോനെയും സ്തെഫാനോ ശമ്മാസിനെയും പ്രത്യേക ഇന്ന് ഞങ്ങളുടെ ആരുടെ ഓർമ്മയെ നിർവഹിക്കുന്നു. ആ വിശുദ്ധനായ മോർ ഗീവർ ഇസഹദയുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവരൊരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. അവരോടുകൂടെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ബാറകുമാർ ഹോസോ വബകുലസ് ബാൻ ലവൽമേൻ. ഭാഗ്യമോ സ്നേഹം കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ ലഭിച്ചു വന്നവരായി ശുദ്ധിവാന്മാർ സ്ഥലത്ത് ശുദ്ധിയോടെ മുൻകൂട്ടി നിർവഹിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കയായാലും കുലസ്പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ്മട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചതുമായ ഞങ്ങൾ പിതാക്കന്മാരെയും ഊസ്ലെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനെ സ്ലീഹായ സഹോദരമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറൂസും തീമോത്യോസും ഫീലക്സീനോസും അന്തീമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതയെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാൻ ഉന്നതോപരമായ പ്രസിദ്ധനായ മോർ കുറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസ മുഴുവൻ്റെയും വിവേകമുള്ള വായുന്തോടും മൽപ്പാനും പുഷ്പങ്ങൾ നിറഞ്ഞ മേറ്റിൽ സ്ഥലവും മറിയാവും ദൈവമാതാ എന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും ഉത്സവിച്ചതുമായ ഞങ്ങളുടെ പാത്രിക്കീസ്മോ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മോർ യാക്കോബ് പ്രധാനായും മോർ അപ്രേം മോർ ഇസാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബസോമോയും മോശമോന്തസ്നോയും ജലമിടമോറബായും മോർ പാത്രികീസ് മോറാൻ മോർ ഇഗ്നാത്യോ സേലിയസിദിയൻ ബാവായും എൽദോ മോർ ബെസേലിയോസ് മാർ ഗ്രിഗോറിയോസും മോർ ജലിൽ മോർ ഗ്രിഗോറിയോസ് ബാവായും സ്ലീവ മോർ അത്താത്യോസും മരങ്കിരിയിലെ മോർ ഗ്രിഗോറിയോസും പൗലൂസ് മാർ അത്താനാസിസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുന്നതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ലഭിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവം തമ്പുരാനെ 3 പരിശുദ്ധ സുന്നഹദോസുകളിലെ സ്തുതിചുവാക്കപ്പെട്ട സത്യവിശ്വാസൻ പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുലസ് ബാൻ ലോൽമേൻ. അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്വിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്വിശ്വാസത്തോടും കൂടി വാങ്ങി പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കളയെടുത്ത് കൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായുടെ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ക്രിയേലൈസോൻ എന്ന് ടെസ്റ്റ് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരായി തീർക്കണമേ.
ദുഷ്ടാത്മാക്കളുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദനകൾ അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അങ്ങ് മൂലമുള്ള കരുണയും വാമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അങ്ങിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് മുന്നപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സ് കൂടാതെ അറിവോടും അറിവ് കൂടാതെ ഇതിനു മുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കേണ്ടവേ. നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ കൃപാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധരുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാവണമേ. ഓശോ വബുക്കുലസ്മാനലവൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനമ്പുരാനുമായ ഞങ്ങളുടെ ദൈവം തമ്പുരാനേ, ഈ സ്വർഗീയ നൽവരത്തിന് ഞങ്ങളോടുള്ള വലിയ സ്നേഹം മുഖാന്തരം നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നുവല്ലോ. പിതാവാം ദൈവമേ, നിന്നെ സ്തുതിക്കുന്ന പരിശുദ്ധ റൂഹായി വന്നിക്കുന്നു. ഏകജാതനായ പുത്രൻ തമ്പുരാൻ ഞങ്ങൾക്ക് ചൊല്ലിത്തന്നിട്ടുള്ള കർത്തൃ പ്രാർത്ഥന ഹൃദയവേദനയോടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നേടിത്തന്നുവല്ലോ. ദുഷ്ടനിൽ നിന്നും വേദവിപരീതികളിൽ നിന്നും അവർ മുഖാന്തരമുണ്ടാകുന്ന വീടുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരറ്റും. ഹോശോ വകുലസ്ബൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. എൻ്റെ മേലധികാരത്തിൽ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും തങ്ങളുടെ തലകളെ ഉണക്കി നിൽക്കുന്നു. മഹാരാജാവായുള്ള നിന്റെ സഭയുടെ മക്കളുടെ നേരെ അങ്ങേക്ക് മനസ്സിലിവ് തോന്നണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യവും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരറ്റും. ഹോശോ വബുകുലസ്ബൻ ലോൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും ആദിയും അന്തവുമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തത്വത്തിൻ്റെ കൃപയും കരുണകളും ഞങ്ങളുടെ വാത്സല്യഭാചനങ്ങളെ ഞങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഭയത്തോടും മുറികളോടും കൂടി നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി വിശുദ്ധതകൾ നൽകപ്പെടുന്നു. ജീവൻ
തൻ്റെ ഗുണത്താൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ മൂല്യമായ ദിവ്യേഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകാവുന്നതുമായ സകലത്തെയും വൃത്തിയാക്കി തികയ്ക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദികാലം മുതൽ എന്നും എന്നേക്കും അനുഗ്രഹീതമായിരിക്കട്ടെ. മക്കൾ നിർമ്മലമായ രാജഭാമിനിയും ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. നാഥാ, ഞങ്ങളെ രക്ഷിച്ചു പോകാൻ നീ അനുവദിക്കരുത്. നീ മൂലം സർവ്വവിധമായ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് വീണ്ടെടുപ്പെടുമാറാകണമേ. ക്രിസ്തീയവർഗത്തിന് രക്ഷിതാവും വീണ്ടെടുപ്പുകാരും നീ തന്നെയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്നിലാകുന്നു ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നത്.
ഞങ്ങളുടെ നേരെ ശേഷം കോപിക്കുകയും വരുത്. രഹസ്യ പരസ്യമായുള്ള ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും ഓർക്കുകയും വരുത്. എന്നാലും അതിനൊക്കെ സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോളത്താലും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈവേലയുമാകുന്നുവല്ലോ. നിന്റെ പരിശുദ്ധ നാമം ഞങ്ങൾ മേൽ വിളിക്കപ്പെടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യമറിയാവിൻ്റെ പ്രാർത്ഥനയാൽ അവർക്ക് തിരുസന്നിധി ധൈര്യം പരിശീലനമുള്ളത് കൊണ്ട് ുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗം വേർന്നോനെ മഹാപരിശുദ്ധ സ്ഥലത്തെല്ലാ വിശുദ്ധന്മാരെയും ഉയർന്നിരിക്കുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ച ശുദ്ധിമതിയായ മാതാവേ, അമ്മേ നീ സകലത്തിലും മഹത്വമുള്ളവളല്ലോ. ഇപ്പോൾ ഈ അപേക്ഷ കൈക്കൊണ്ട് സകലരെയും വരാനിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് ഇന്ന് നിന്റെ ഏകജാതനോട് പ്രാർത്ഥിക്കണമേ. കരുണയുടെ വാതിലും സകലന്മാരുടെയും മണ്ണാരുമായ ഞങ്ങളുടെ കർത്താവിന് നിന്റെ ഉദരത്തിൽ പേറി അവനെ പ്രസവിച്ച് നിന്റെ കൈകളാൽ അവനെ വളർത്തി ആ നിന്റെ ഏകജാതനോട് അമ്മേ മക്കൾക്ക് വേണ്ടി നയം പ്രാർത്ഥിക്കണമേ. കരുണയുടെ വാതിലും സകലങ്ങളുടെയും ആരുമായി കർത്താവ് നിന്നെ നിയോഗിച്ചിരിക്കുന്നല്ലോ. അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരം ശിക്ഷകളും കോപത്തിൻ്റെ വടികളും അപകടങ്ങളും വ്യാധികളും നീങ്ങി കിട്ടണമേ. രാത്രിയിലും പകലിലും അമ്മയുടെ പ്രാർത്ഥനയും മക്കളോടുകൂടിയിരിക്കണമേ. ഇവർ യാതൊന്നിലും തോറ്റു പോകാതിരിപ്പാൻ അപേക്ഷിക്കണമേ. ദൂരെയായിരിക്കുന്നവർ കേടുകൂടാതെ തിരിച്ചു വരുവാൻ, അടുത്തുള്ളവർ സ്വസ്ഥതയാൽ സംരക്ഷിക്കപ്പെടാൻ അമ്മേ നിന്റെ ഏകജാതനോട് ഇന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും പൊതുവായി കാത്തുകൊള്ളപ്പെടുവാൻ അപേക്ഷിക്കണമേ. രാത്രിയിലും പകലിലും അമ്മയുടെ പ്രാർത്ഥന ഈ മക്കളോടുകൂടെ ഇരിക്കണമേ. അമ്മേ രഹസ്യത്തിലും പരസ്യത്തിലും വരാവുന്ന ശത്രുതകളിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥന നിന്റെ സന്ധിയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവേ നിന്റെ മാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥത കേട്ട് ഈ നിന്റെ മക്കളെ ഇന്ന് അനുഗ്രഹിക്കണമേ. രഹസ്യത്തിലും പരസ്യത്തിലും വരാവുന്ന ശത്രുതകളിൽ ഞങ്ങൾ വീണ്ടുകൊള്ളണമേ. ഇവരെയും ബലഹീനരായ ഞങ്ങളെയും സകലപട്ടക്കാരെയും ശമാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തെയും ഈ പ്രാർത്ഥന വർത്തിക്കുന്ന നിന്റെ മക്കളെ സംരക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്നിട്ട് സ്വിച്ച് 3 പ്രാവശ്യം
പേര് ചൊല്ലാം. കുറിയേലൈസോൻ ഗുരീലൈസോൻ ഗുരീല രക്ഷകനാം മശിഹ ഞങ്ങൾ സൃഷ്ടാവാം ദേവാ നിന്മാതാ യാചനമൂലം ഐശാചിക ചതിയിൽ നിന്നെങ്കിൽ ഏകണമേ മുക്തി ദർശനാം വലയിൽ നിന്നും നീ രക്ഷിക്കണമേ. കുറിയേലൈസോൻ ഗുരീലൈസോൻ ഗുരീലൈസോൻ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. കൃപ ചെയ്യണം. മലിവാൽ നാഥാ കൃപ ചെയ്യണമലിവാൽ നാഥാ കൃപ ചെയ്യണമലിവാൽ ഉത്തരമരുളണമേ. നാഥാ ഉത്തരമരുളണമേ. നാഥാ ഉത്തരമരുളേലോകമോറാൻ ശുഭമോല ശുഭമോല കസാബര ലോലം വാരേക്കുമോ. ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കാരോടെ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണമേ. പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തി മഹത്വവും കൃപ നിറഞ്ഞറിയമേ നിനക്ക് സമാധാനം. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമ്മയുടെ മഹാമധ്യസ്ഥത മുഖാന്തരം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഇത് നിറവേറ്റുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ മാർ ഗീവർഗീസയുടെ ഓർമ്മ നിവർത്തിക്കുകയാണെന്ന് ഇപ്പോൾ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ധൂപം വച്ച് പ്രാർത്ഥിക്കുന്നു. നയവാൻപന പോലെ തളിർത്തിടമേ ഹല്ലേലൂയ. വളരും അവൻ ലബാനോൻ കാരകിൽ പോൽ സദയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ലാഭ
കാദേശോ ഓലം വാദമിൽ ഓലം വൽമീനാമി ആരോങ്ങം മാർഗേ വർഗേ സഹദാ പ്രാർത്ഥന നീ ഓർമ്മേ ബഹുമായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല നിത്യവും സദായിപ്പോഴും ഇടവിടാതെ അങ്ങേക്ക് കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സഹതായുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിൻ്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായം ഒഴുകി കൊടുക്കുകയും ചെയ്ത കർത്താവിന് പരിശുദ്ധൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ബാറിക്കുമോർ സൗന്ദര്യ ശ്രേഷ്ഠനായ മോർ ഗീവർഗീസകത ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മാ കീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടുകൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിൻ്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നതിനുമായ മോർ ഗീവർഗീസ് അങ്ങ് ഭാഗ്യവാനാകുന്നു. യെരമ്യായും ശൗമേലും പോലെ ഉത്തരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മോർ ഗീവർഗീസ് അങ്ങ് സൗഭാഗ്യശാലിയാകുന്നു. തൻ്റെ നാഥൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോർ ഗീവർഗീസ് അങ്ങ് ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോകുകയും കലഹങ്ങൾ ശാന്തമാകുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപവടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാകുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് യെരൂശലേം ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. അങ്ങേക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങളും അവരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുലസ് ബലവൽമീൻ ബാറക്മോ ദേവതൽ നന്മനാലോഹൻ കാമിൽ സയോൻ ഹൗബേ വിശുഭകോൻ ദാത്തോഹേ പതലേഹുൻ അൽമേൽ ഓലം വൽമീൻ അർത്ഥനയൻ സമയമേദൽ മോർ ഗീവർഗീസ് പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൽ വഴികളെയുമായി ഭക്യം ദേവൻ
منهم والذرذر اللي تشبهته هللويا Kuni marskidum shama abu prorokadisho min volem valdodorle tishbakto Hallelujah. നമ്മൾ രക്ഷിക്കാഴുന്നവരെ ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെയും നന്നായിക്കുമുള്ള പുതുക്കത്തിനുമായി എഴുന്നള്ളി വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിനോ പുണ്യം നൽകുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് അടിയാർക്ക് പുണ്യം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, നിന്റെ അദൃശ്യമായ വലത് കരം നീ ആവസിപ്പിച്ച് ഞങ്ങളുടെ കർത്താവും എന്നെ ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ ശരീരങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹായാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേലുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുതക്കതും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ദൈവം തമ്പുരാനെ സ്വർഗീയ മേശയിൽ നിന്ന് നിന്റെ മക്കളിൽ നിന്നാണ് അനുഭവിച്ചു നന്ദിയോട് നിന്റെ തരുനാമത്തെ സ്തുതിക്കുന്നു. നിനക്ക് നിന്റെ ഏകജാതണ്ണം പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ ഉലസ്ബൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം
സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിനും വാഗ്ദാവും തലകുനിക്കണം. തന്റെയും തൻ്റെ പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും കാൽവറിയുടെ ഉയരത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയാകുമായി തീർന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ മിശിഹാതമ്പുരാനേ, കിടാത്ത തീയുടെ ചാകാത്ത പുഴുവിൻ്റെയും ആ നരകീയ അനുഭവത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സദാ ഇപ്പോഴും സ്തുതിയും സ്തോത്രവും കരേറ്റ്. പദമതിലമരും പരനാം ദേവാ കൃപ നിറയും നിൻ കരുണ കണ്ണാൽ സൂക്ഷിക്കണമേ. ദുർവഹ വീടയെ ലഘുവായി മാർഗി വർഗി സഹദാ എന്നും എന്നും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരും കർത്താവിൻ്റെ ബഹുരിയാലും നൽകുന്ന പരിശുദ്ധമതഹായിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള ഒഴിയ ആഹാരങ്ങളോടും വാഴ്വുകളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുന്നു. ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ ശിഷ്യമായാൽ മുദ്ര കുത്തപ്പെട്ടവരും ഇത്തരത്തിൽ നിങ്ങളുടെ ഇടങ്ങളെയും പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളോ ബലഹീനരും മഹാപാപികളുമാകുന്ന ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുകയും നാളുതോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, ഈ മഹാപരിശുദ്ധ സ്ഥലത്ത് ഒരു പ്രാവശ്യവും കൂടെ വരുവാനും നിങ്ങളോടൊരുമിച്ച് കുറവുകളോടുകൂടെയും ബലഹീനതകളോടുകൂടെയെങ്കിലും ഈ ദിവ്യബലി അനുഷ്ഠിക്കുവാനും ദൈവം കരുണ ചെയ്തു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ക്ഷണിച്ച ഇടവകയിലെ ദൈവമക്കളോട് ദ്രാസനത്രാപൊലിത്തായി അറിയിച്ചിരുന്നു അദ്ദേഹത്തോട് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടും നന്ദി രേഖപ്പെടുത്തുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ആ കുളറിൽ നിന്നുള്ള കാറ്റ് നേരെ മുഖത്തേക്ക് അടിച്ചപ്പോൾ ഉണ്ടായ ചേഷ്ടകളാണത്. ബുദ്ധിമുട്ടുകളുണ്ടായത് സദയം ക്ഷമിക്കുന്നു. മണർകാട് പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്.
ഇവിടെ വരാത്ത ഒരു മനുഷ്യരുമില്ല. നേരെയാണെങ്കിലും ഒളിച്ചാണെങ്കിലും ഒക്കെ അനേകർ വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. തീരാരോഗികൾക്ക് ഇവിടുന്ന് സൗഖ്യം അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരമുണ്ടാകും. നിർജീവമായ ഗർഭപാത്രത്തെ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരം അത് തുറക്കപ്പെടുകയും ജീവനുള്ള കുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയും ചെയ്യും. തുടങ്ങി എത്രമാത്രം പ്രസംഗിച്ചാലും മതിയാകാത്തതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണർകാട് നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കാൻ തുടങ്ങിയാൽ നട്ടുച്ച നേരത്തൊരുത്തൻ വിളക്ക് കത്തിച്ച് എല്ലാവർക്കും വെളിച്ചം വെളിപ്പെടുത്തുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, എല്ലാം അനുഗ്രഹകരമായിരിക്കുന്നു. ഗീവർഗീസതായ പുതിയ നിയമത്തിലെ അബ്രാഹാം എന്ന പിതാക്കന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നു. അബ്രഹാമിനോട് ബഹുദൈവാരാധനയുള്ള ഹാരാനിലേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചു. അവൻ പോയി ആ ബഹുദൈവാരാധന ഏകദൈവാരാധനയാക്കി മാറ്റി. അതേപോലെ തന്നെ വിവിധ തരത്തിൽ ക്ലേശിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് ഗീവർഗീസാദായുടെ മഹാമധ്യസ്ഥത മുഖാന്തരം, പ്രത്യേകിച്ച് ദതിയാനന്ദ മഹാരാജാവിൻ്റെ കാലത്ത് ക്രൈസ്തവ ആരാധന നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ ഗീവർഗീസ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്തു വന്നാലും ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അത് മുഖാന്തരം പീഡിപ്പിക്കപ്പെട്ട് ചതച്ച് നുറുക്കി കരിച്ച് കൊല്ലുകയായിരുന്നു. ഗീവർഗീസത ജനിച്ചത് കപ്പദൂക്യായിലാണ്. നമ്മുടെ സഭയിൽ നിന്ന് ഞാൻ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. അതൊക്കെയും ഇന്ന് പ്രസംഗിക്കാൻ എനിക്ക് ശേഷിയില്ല, എനിക്ക് സുഖമില്ല. മറ്റൊരു സന്ദർഭത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ സൗകര്യം തരട്ടെ എന്ന് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ദൈവജനം ഉപയോഗിക്കുന്നത് പ്രസ്ഥാനങ്ങളെല്ലാം ഗീവർഗീസതായുടെ നാമത്തിലാണ്. പുതിയ നിയമത്തിലെ അബ്രഹാം എന്ന അദ്ദേഹത്തിന് പരിശുദ്ധ പിതാക്കന്മാർ പേര് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത മുഖാന്തരം സഭ അനുഗ്രഹിക്കപ്പെടും. ഈ ഇടവകയിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവമക്കൾ വന്നു ചേർന്നിട്ടുണ്ട്. വാത്സല്യ മക്കളെ, നിങ്ങൾ എവിടുന്ന് പുറപ്പെട്ടു വന്നുവോ അവിടെ അമ്മയുടെ മഹാമധ്യസ്ഥത മുഖാന്തരം ആരുടെ ഓർമ്മയെന്ന് വർത്തിച്ചോ പരിശുദ്ധനായ ഗീവർഗീസയുടെ മധ്യസ്ഥത മുഖാന്തരം അനവധി 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 അത്ഭുതങ്ങൾ നടന്നു. കൊച്ചി മഹാരാജാവ് കോട്ടയ്ക്കകത്ത് നിന്ന് ഹിൽ പാലസിലേക്ക് എഴുന്നള്ളുമ്പോൾ ഗീവർഗീസയുടെ പള്ളിയുടെ മുമ്പിൽ നിർത്തിയിട്ട് ആ ഭൃത്യനോട് ഈ പവൻ കൊണ്ടുപോയി ഭണ്ഡാരത്തിലിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആകാശത്തിലും ഭൂമിയിലും കരയിലും വെള്ളത്തിലും അനുഗ്രഹീതനായ ലോകത്തെ അനുഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞാൻ ദമസ്കോസിൽ വെച്ച് അഭിനന്ദപിതാവായ ബാഗ്ദാദിലെ ഹവാമാർ സേവദിയോസ് തിരുമേനി എന്നെ കയറ്റിവിടാൻ വന്നു. വിമാനത്തിലെ ജോലിക്കാരുമായിട്ട് അദ്ദേഹത്തിന് പരിചയമുണ്ട്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പൈലറ്റും ജോലിക്കാരും കൂടെ വന്ന് എന്നോട് പറഞ്ഞു, അങ്ങ് പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ നോക്കുമ്പോൾ വിമാനത്തിൽ ഗീവർഗീസയുടെ പടം വെച്ചിരിക്കും. അപ്പോഴാണ് പിതാക്കന്മാരുടെ എഴുത്തുകൾ ഓർത്ത് ആകാശത്തിലും കരയിലും വെള്ളത്തിലും. 1982 INS ഡൽഹി എന്ന് പറയുന്ന കപ്പൽ, മാവേലിക്കരക്കാരൻ തങ്കച്ചനാണ് കമാൻഡർ.
വന്നപ്പോൾ എനിക്കും കുറേ ആളുകൾക്കും അതിൽ കയറാനും മറ്റുമായിട്ട് അദ്ദേഹം വാഹനം അയച്ചു. ഞാൻ അവിടെ ചെന്നെല്ലാം കണ്ടു. പോരാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓഫീസ് മുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഓഫീസ് മുറിയിൽ മേളിൽ ഗീവർഗീസയുടെ പടം ഇരിക്കുന്നു. അപ്പോഴാണ് ആകാശത്തിലും ഭൂമിയിലും കരയിലും വെള്ളത്തിലും പരിശുദ്ധനെന്നുള്ള പിതാക്കന്മാരുടെ എഴുത്ത് അന്വർത്ഥമായി തീർന്നത് ഓർക്കുകയായിരുന്നു. ഗീവർഗീസയെക്കുറിച്ച് ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട, പരിശുദ്ധന്മാരെക്കുറിച്ചും ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട. സൂക്ഷിച്ചു കൊള്ളണം. സഭകളല്ലാത്ത ചില പ്രത്യേക വിഭാഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് നോട്ടീസ് അടിക്കുകയും പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. ഈ ഇടവകയോടൊരപേക്ഷ, ഇവിടെ കുടുംബ യൂണിറ്റ് തുടങ്ങിയേ മതിയാവും. ആ കുടുംബ യൂണിറ്റ് വഴി സത്യവിശ്വാസം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ ഈ ഇടവകയോട് മറ്റൊരപേക്ഷ, സുപ്രീം കോടതിയിൽ 6 പള്ളികളുടെ ഒന്നിച്ചുള്ള കേസ് നടന്നിരിക്കുക, വാദം കഴിഞ്ഞിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണം, ശത്രുക്കളെ നശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അതിൻ്റെ നടത്തിപ്പിലേക്ക് ആവശ്യമായ കൈത്താങ്ങൽ ഈ ഇടവകയിൽ നിന്ന് ചെയ്തു തന്ന് അനുഗ്രഹിക്കണം. വയ്യാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാത്സല്യ മക്കളെ, സഭയുടെ സത്യവിശ്വാസം യേശുക്രിസ്തു നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമാവും. അവനിൽ കൂടെ മാത്രമേ നാം എല്ലാ ആരാധനയും മധ്യസ്ഥതയും നടത്തുന്നുള്ളൂ. യേശുക്രിസ്തു ഇല്ലാത്ത വീട് മരിച്ച വീടായിരിക്കും. യേശുക്രിസ്തു ഇല്ലാത്ത വ്യക്തി മരിച്ചതിന് തുല്യമായിരിക്കും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തൻ്റെ വലിയ ഗർഭമുഖാന്തരം നിങ്ങൾക്കുള്ള സകലത്തെയും വർഗീസയുടെ മധ്യസ്ഥത മുഖാന്തരം നിങ്ങളുടെ പരേതരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ക്ഷീണിതനായതുകൊണ്ട് അതിന് മുതിർന്നില്ല. എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടിയും തുടർന്ന് നമ്മുടെ എല്ലാ പരേതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കൊഹനകിനം സാദിഖു സാദിഖ് ശുഭഹോ ഹല്ലേലൂയ ഹല്ലേലൂയ മേതുൽ ദാവീദ് അബ്ദഗലോ തഖഫയഖഫ തംശിഹോ ഹല്ലേലൂയ ഹല്ലേലൂയ സഹദു സഹോദരമാ നബ്നലഹുൻ ബാർകുമാ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനതാരങ്ങൾ മാനവിരത്ത് വസിക്കണം സ്തോമകാല സ്തുറിയേലായി നിൽ ഭക്ത്യമാത്മഹായിൽ പരിചയനാചാര്യന്മാരെ പരമായർന്ന ദേശത്തിൽ പരിചോടികൾ ചേർക്കട്ടെ പാർക്കുമോ മറന്നീടല്ലേ സോനാഥ ശുശ്രൂഷകര ആചാര്യരെ ഉയർത്തി കൾ
ഞൊട്ടിത്തകിടും നിർമ്മലരായി പരികർമ്മിപ്പോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും വയലിൽ പോ ചെടി പോലെ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയായി രാജാത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു എന്റെ ശരീരം ഭക്ഷിച്ചം പാനം പോകാനായി വീണാം ഞാനെന്നും ജീവിപ്പാൻ അങ്ങെത്തിട്ടു മറിച്ചതു ഞാനെന്നും കർത്ത തന്നരുളിന് മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ കർത്താവേ നല്ല ആശ്രയത്തെ കുറിച്ച് മരിച്ചു നിന്റെ ഒരുനായി നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോരെ നീ പുണ്യപ്പെടുത്തണമേ അബ്രാഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിനെ വസിപ്പിക്കണമേ വന്നവനും വരുന്നവരും മരിച്ചവരെ ഓർപ്പിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ച് പറയുവാറാകണമേ. ഇവിടുത്തെ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത കുക്കുലിയൻ ഒടുവിൽ ചൊല്ലാറുണ്ട്. സ്വർഗം ശോകം മലക്ഷോമേനിയമീനോ നിന്നിലുദിച്ചരകസുലേന്ദ്രക്കരഞ്ഞങ്ങളിൽ പക്കലപേക്ഷയണേ വഴുവായി തീരണമേ അവർ ധന്യാജനകൾ കോട്ടയതാകട്ടെ പാറക്കുമോ ദിവസുതൻ ജനനേ കന്യകമറിയ